ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈദ് വ്ളോഗ് കേട്ടോ. ഈദ് വ്ളോഗെന്ന് പറയാൻ പറ്റില്ല, ഈദ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പിന് പോയൊരു വ്ളോഗാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ജിസാനിലാണ്. ജിസാനിൽ പോയ വീഡിയോസോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ പോയത് നമ്മൾ അൽബഹയിലാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് അൽബഹ. എനിക്ക് വെയിലിനേക്കായി ഇഷ്ടം തണുപ്പും മഞ്ഞും കോടയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അബഹാക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. സ്ട്രോബെറിയും പിന്നെ ഗ്രേപ്സിൻ്റെയൊക്കെ ഒരു ഫാമിലേക്കാണ്. ഗ്രേപ്സ് ഇല്ലായിരുന്നു, സ്ട്രോബെറി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഭയങ്കര തണുപ്പുണ്ടെങ്കിലും ചെറിയ വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൽ സ്ട്രോബെറി ഇല്ലേ, പിന്നെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പം ശരിക്കും സ്ട്രോബെറി ഉണ്ട്. നമുക്ക് 10 റിയാൽ കൊടുത്താൽ ഒരു ബോക്സ് സ്ട്രോബെറി നമുക്ക് പിക്ക് ചെയ്യാം. അങ്ങനെ കണ്ടില്ലേ നല്ല റെഡ് കളർ സ്ട്രോബെറി. ഞാൻ വെച്ച പുളിയായിരിക്കും എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പക്ഷേ ഒരെണ്ണം പിച്ച് കഴിച്ചു നോക്കിയപ്പോൾ ഒടുക്കത്തെ മധുരം എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റും. അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ കുറേയൊക്കെ പിച്ച് ബോക്സിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. കണ്ടില്ലേ, ഇത് കുറച്ച് ഇത് പഴുപ്പ് കുറവാണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഴിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഒരു ബോക്സ് എന്ന് പറഞ്ഞിട്ട് 2 ബോക്സ് കൊള്ളാനുള്ള സാധനം ഒരു ബോക്സ് തന്നെ പിച്ച് എടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് കൊള്ളാനുള്ളത് ഞങ്ങൾ കഴിച്ചിട്ടുമുണ്ട്. അപ്പം ഒരുപാട് സ്ട്രോബെറീസ് നമുക്ക് താഴെയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഓരോരുത്തർ പിച്ചിട്ട് കളയുന്നതായിരിക്കും. പിന്നെ അഫ്രിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അങ്ങനെ അവളും കുറേയൊക്കെ പിച്ച് കഴിച്ചോന്ന് എനിക്കറിയില്ല, കുറേയൊക്കെ പിച്ചുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി ഫാമിൽ നിന്ന് പിന്നെ പോകാൻ ഉദ്ദേശിച്ചത് ഹൊസാം പാർക്ക് പിന്നെ വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഞങ്ങൾ തിരിച്ചാണ് പോയത്. വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് പിന്നെ ഹൊസാം പാർക്കിലേക്കാണ് പോയേട്ടാ. അങ്ങനെ കണ്ടില്ലേ, പിള്ളേർ തന്നെ സ്ട്രോബെറി കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പറിക്കുകയാണ്. അതാണ്ട് ഇവിടെ അഫ്രി ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ മണ്ണിൽ കളിക്കുന്നുണ്ട്. പിള്ളേരല്ലേ, അപ്പം മണ്ണിലൊക്കെ കളിച്ചെന്നിരിക്കും. അങ്ങനെ ഞാൻ കുറേ നേരം ഈ സ്ട്രോബെറിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ തന്നെ നിന്ന്. അപ്പോൾ സ്ട്രോബെറി എല്ലാം നമ്മൾ പറിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇനി അടുത്തത് ഹൊസാം പാർക്കുണ്ട്, പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മളപ്പോൾ വെള്ളച്ചാട്ടത്തിൽ പോവാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പും കാറ്റും അതിലൂടെ നല്ല മധുരമുള്ള സ്ട്രോബെറിയും ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ഫാമിലി വരുന്നത്. വരണമെന്ന് കുറേ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനത്തിൽ കാണിക്കാം. ബൈ. ഞാൻ ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഇത്രയും സ്ട്രോബെറിയാണ്, ഇന്ന് നേരെ മലയാണ്. ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. പക്ഷേ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കോട ഇറങ്ങും കേട്ടോ. കാരണം ഇന്ന് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നലെയൊക്കെ നല്ല കോട ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. ഇനി അവിടുത്തെ വ്യൂ ഞാൻ ഇത് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ ഇതിന് മുന്നേ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു കയറി കണ്ടു വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇപ്പം അവരതെല്ലാം വെട്ടി നിർത്തിയേക്കാണ്. സീസണല്ല, മുന്തിരിയുടെ സീസണല്ല. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നൊരു 1 മണിക്കൂറായിട്ട് ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ തന്നെയാണ്. ഇവിടെ കൊച്ചു ഇവിടെ പിടിച്ചിട്ടില്ല, ചെറിയ ചെടികളാണ്. അവിടെ അത്യാവശ്യം നല്ല പഴുത്ത സ്ട്രോബെറി, അത് നല്ല അടിപൊളി മധുരം. ഞാൻ വെച്ചാൽ പുളിയായിരിക്കുന്നു, പക്ഷെ അടിപൊളി മധുരമാണ് സ്ട്രോബെറിക്ക്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് തന്നെ നമുക്ക് കാണാം. പിന്നെ കുറേ വട്ടം പറഞ്ഞു അടുത്ത സ്ഥലത്ത് വന്നിട്ട് കാണാമെന്ന്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ജാക്കറ്റ് ഇല്ലാണ്ട് വരാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ അൽബഹ വിസിറ്റ് ചെയ്യാൻ സൗദിയിലുള്ളവരാണെങ്കിൽ കറക്റ്റ് പറ്റിയ സമയമാണ്. ഇനി അങ്ങോട്ടായി കഴിഞ്ഞാൽ ചൂടായിരിക്കും. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ വന്ന് കാണുക കേട്ടോ. അബഹ ഇതൊക്കെ അടിപൊളി സ്ഥലമാണ്. കോട. ഞങ്ങൾ ഇന്നലെ ജിസാനിലായിരുന്നു പോയത്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളാണ്. വല്ല കൊട്ട വെയിലാണ്, ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. പക്ഷേ ഞങ്ങൾ കുറേ കണ്ടൽക്കാടും പിന്നെ ഫിഷിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ റൂമിൽ വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. ഇന്ന് ഞങ്ങൾ നേരെ അൽബഹയ്ക്ക് വന്ന്. അപ്പോൾ ഇന്ന് അവരുടെ ലീവൊക്കെ തീരുവാണ്. അപ്പോൾ അതിന് മുമ്പ് അൽബഹയ്ക്ക് കുറച്ച് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാട്ടോ മുന്തിരിത്തോട്ടം. പക്ഷേ ഇപ്പോൾ അവിടെ മുന്തിരിയോ കാര്യങ്ങളൊന്നും ഇല്ല, അതിൻ്റെ സീസൺ ആയിട്ടില്ല. പിന്നെ അതിൻ്റെ തൈകളാണ് ഈ കൊടുത്തേക്കുന്നത് മൊത്തം. ചെറുത് ഞാൻ കാണിച്ചു തരുന്നത്, ചെറുത്. അപ്പോൾ ഇനി മുന്തിരിയൊക്കെ ആകുമ്പോൾ നമുക്ക് വരാം കേട്ടോ.
കാറിൽ കയറിയിട്ട് ഞങ്ങൾ സ്ട്രോബെറി കഴിക്കലിൻ്റെ പരിപാടിയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ പോയത് മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് പോയ കാര്യം ഞാൻ പറയാം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമുള്ള പ്ലേസിലേക്ക് എത്തി. പക്ഷേ വെള്ളം ഭയങ്കര കുറവായിരുന്നു. അത് മാത്രമല്ല പണ്ട് പോയതിൻ്റെ അത്രയും ഒരു ഭംഗി ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഫീൽ ചെയ്യാത്തത്. പിന്നെ മരങ്ങളൊക്കെ കുറച്ച് ഉണങ്ങിയൊക്കെ നിൽക്കുകയാണ്. ഞങ്ങൾ ഒരു ഞാൻ 2023 ഏപ്രിലാണ് കേട്ടോ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളവും ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ വന്നവർ വെള്ളച്ചാട്ടം ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകുമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ആംബിയൻസും ആയിരുന്നു കേട്ടോ. കണ്ട ഇപ്പം ചെറിയ രീതിയിലേ ഉള്ളൂ വെള്ളം ഇങ്ങനെ പോകുന്നത്. പിന്നെ കുറച്ച് നേരം പിള്ളേരെയൊക്കെ വെള്ളത്തിലൊന്ന് കളിപ്പിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ചേട്ടാ. ഈ സ്റ്റോൺ കിടക്കുന്നില്ലേ ആ ഭാഗം വരെ നല്ല രീതിയിൽ വെള്ളം ഫോഴ്സിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നേക്കുന്നത് ഒസാം പാർക്കിലേക്കാണ്. അപ്പോൾ തന്നെ ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുണ്ട് മൂടി വരുന്നുണ്ടായിരുന്നു. കോട ഇറങ്ങാനായിരുന്നു കേട്ടോ അങ്ങനെ ഇരുണ്ട് മൂടി വന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും കാറ്റും അടിക്കാൻ തുടങ്ങി. പിന്നെ പിള്ളേർ ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് കുഴപ്പമില്ല. പിന്നെ അവർ രണ്ടുപേരോട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ കോടയുടെ വീഡിയോ ഒന്നും എനിക്ക് നേരെ ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. ഇത് കോടയെന്ന് പറഞ്ഞാൽ ഇത്രയും കോട കണ്ടിട്ടില്ല. അവർക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടുന്ന് വരാൻ പോലും തോന്നിയില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കോട. പിന്നെ പിള്ളേർ കോടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, നമ്മൾ വീഡിയോസ് എടുക്കുന്നു. പിന്നെ ഈ ഒസാം പാർക്കിലെന്ന് വെച്ചാൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സസ്പെൻഷൻ ബ്രിഡ്ജ്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ ഡോണറ്റ്, അങ്ങനെ കുറേ പിന്നെ മറ്റേ ഊഞ്ഞാലില്ലേ, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ കോട കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുപ്പായി, ഇൻസ്റ്റേ പോസ്റ്റ് ചെയ്യാനുള്ള റീൽസ് എടുപ്പായി, അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ചെയ്തു. ഇത് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു വ്യൂ ആട്ടോ. ഞാൻ എൻ്റെ സൈഡ് വന്നിരുന്ന വീഡിയോ എടുത്തത്. അതിൻ്റെ സൈഡിലായിട്ട് മറ്റേ സസ്പെൻഷൻ ബ്രിഡ്ജ് പോകുന്നുണ്ട്. അപ്പോൾ അത് കോട കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കോടയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കോട. അതിൻ്റെ ഭയങ്കരമായിട്ട് കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് കാരണം ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ പറക്കുമായിരുന്നു. പക്ഷേ ഒരുപാട് എൻജോയ് ചെയ്തു. ഭയങ്കര അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഞങ്ങൾ പോയതിൻ്റെ പിറ്റേന്നായിരുന്നു അവിടെ ഐസ് മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും വന്നാൽ ഈ തണുപ്പും കോടയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.